ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈശ്വര, എത്രയും പെട്ടെന്ന് കൃഷ്ണമോളെ കണ്ടെത്തി ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ. അല്ലെങ്കിൽ ഹലോ, സിത്താര മാഡം അല്ലേ? അതെ, ആരാണ്? എന്റെ പേരിന്റെ കൂടെ മാഡം എന്നോ സാറെന്നോ ഒന്നും ഇല്ല. ഞാൻ വെറും ഉദയൻ, കളരിക്കലെ ഉദയൻ. എന്താ വിളിച്ചത്? അതെ, നിങ്ങൾ അമ്മയും മോളും കൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങളുടെ മോൾ ആരുടെ കൂടെ കറങ്ങാൻ പോയി അവളെ കാണാനില്ല. അവളെ നവീൻ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് നിങ്ങൾ കേസും കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ തല്ലി ചതച്ചിട്ടിരിക്കുക. അനാവശ്യം പറയരുത്. പോലീസ് അയാളെ ഉപദ്രവിച്ചിട്ടില്ല. നവീൻ പിന്നെ എങ്ങനെ സുഖമില്ലാതെ ആശുപത്രിയിലായി? ആശുപത്രിയിലായ നവീൻ ഇതുവരെ ബോധം വീണിട്ടില്ലെന്ന്. ഏത് ഹോസ്പിറ്റലില്? JK ഹോസ്പിറ്റലില്. നിങ്ങളുടെ മോളുടെ ജാതകം എന്ന് ഞങ്ങളുടെ ചെറുക്കന്റെ ജാതകമായിട്ട് കൂട്ടിക്കെട്ടിയോ അന്ന് മുതൽ അപശകുനമാണ്. എന്തിനാ പെണ്ണും പിള്ളേ നിങ്ങളുടെ ശാപവും കൂടി ഞങ്ങളുടെ തലയിലോട്ട് കെട്ടിവെക്കുന്നേ? ആർക്ക് ശാപം? എനിക്കോ അതോ എന്റെ മോക്കോ? തറവാട്ടിൽ എല്ലാരും കൂടെ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്റെ മുമ്പിൽ വിളമ്പാനായിട്ട് നിൽക്കണ്ട. സിതാര ശ്രീനിവാസനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അയ്യോ, ഞങ്ങൾക്ക് അത്ര കൂടുതൽ അറിയാനുള്ള ആഗ്രഹമൊന്നുമില്ല. ഇനി കളരിക്കൽ വീട്ടിലേക്കോ നവീൻ കിടക്കുന്ന ആശുപത്രിയിലേക്കോ നിങ്ങളെ കെട്ടിയെടുക്കണ്ട. കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. ശത്രുക്കളോട് ഒരു ദയം കാണിക്കത്തില്ല ഞങ്ങള്. സ്റ്റോപ്പ് ഇറ്റ്. തറവാടിത്തത്തിന്റെ പേരില് നിങ്ങളെന്നല്ല എനിക്ക് നേരെ ഭീഷണി ഉയർത്തി കളരിക്കൽ തറവാട്ടിൽ നിന്ന് ആര് വന്നാലും അവരൊരു പാഠം പഠിച്ചേ മടങ്ങും. നവീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാത്രേ. എന്തു പറ്റി? അതൊരു പക്ഷേ അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തൊരു തന്ത്രമായി. നവീനെ പോലീസ് തല്ലി ചതച്ചു എന്നൊക്കെ പറഞ്ഞ പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സിനിവ, നമുക്ക് നവീനെ കാണണം. അല്ല മാഡം, ഈ കണ്ടീഷനിൽ നമ്മൾ അങ്ങോട്ട് ചെന്നോ? എനിക്കാരും ഭയമില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എന്റെ മകൾ എവിടെയാണെന്ന് എനിക്ക് നവീനെ കൊണ്ട് പറയിപ്പിക്കണം. വാ. അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് നിന്നെ കാണണ്ടേ? അവിടെ ഇരുന്ന ഓരോരുത്തരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. മോൻ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെനിക്കറിയാം. ഞാൻ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടിലും അമ്മയുടെ പ്രാർത്ഥന കൂടെയുണ്ടെന്ന്. എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയതാണോ അതോ പോലീസ് കേസിന്റെ രൂക്ഷത അറിയിക്കാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നതാണോ? എന്തിനാ സിത്താര വന്നത്? ഇനിയും എന്റെ മോനെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എനിക്ക് എന്റെ മകളെ കുറിച്ച് അറിഞ്ഞാൽ മതി. അതിന് ഏത് കണ്ടീഷനിലായാലും ഞാൻ ചോദിക്കും. നവീൻ, എന്റെ മോൾ എവിടെ? മാഡം, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വാസ്തവത്തിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഗാഥയെ ഉപദ്രവിച്ചുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണെന്ന് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് ആരോടും ഒന്നും വിശദീകരിക്കാനില്ല. എന്റെ മോളുടെ കാര്യത്തിൽ നവീൻ കൃത്യമായ ഒരു ഉത്തരം തന്നില്ലെങ്കിൽ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നോ ചികിത്സ ഇടുന്നോ ഞാൻ മാനിക്കില്ല. നിർത്ത്. ആദ്യം ഈ മുറി വിട്ട് പുറത്തിറങ്ങ്. അമ്മേ, നീ മിണ്ടാതിരിക്കുന്ന മീൻ. മനുഷ്യത്വം ഇല്ലാത്ത ഇവരോടൊന്നും നല്ല ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മകളാ വലുതെന്ന്. എനിക്ക് എന്റെ ഈ മകനാണ് വലുത്. അവൻ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും ഒരാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല. പറയാൻ ഞാൻ സമ്മതിക്കില്ല. അതെ, നിങ്ങൾ ഒരുപാട് ഒച്ചയൊന്നും വെക്കണ്ട. എന്റെ മോള് പുറത്തു പോയത് നവീന്റെ കൂടെയാണെങ്കിൽ അവക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നവീൻ മാത്ര. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് നിന്ന് മത്സരിക്കും. ഞാൻ പുറത്തിറങ്ങിപ്പോ. പ്ലീസ് മാഡം. തൽക്കാലം ഞാൻ പോവാൻ മാണിക്കുഞ്ഞെ. പക്ഷേ
സിത്താര എല്ലാം ഉപേക്ഷിച്ചു പോവാന്നാരും കരുതരുത്. ആരും. സിനി, ഇതവര് ബോധപൂർവം ചെയ്തത്. നമ്മുടെ ചോദ്യങ്ങളെ മറികടക്കാനുള്ള തന്ത്രം. അവർക്കുള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് കൊടുത്തോളാം. നന്ദേട്ടാ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. ചില തീരുമാനങ്ങൾ തെറ്റായി പോയി മോനെ. അമ്മേ, തിരുത്തേണ്ടത് തിരുത്തണം, എത്രയും പെട്ടെന്ന്. ഈശ്വര, എത്രയും പെട്ടെന്ന് കൃഷ്ണമോളെ കണ്ടെത്തി ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ. അല്ലെങ്കിൽ ഞാനിപ്പോ വരാം. എന്തുപറ്റി മാഡം? പരിചയമുള്ള ഒരാളെ കണ്ട പോലെ. ഇപ്പൊ അവിടെ ഇല്ല. അത് വെറും ഒരു പരിചയമല്ല. എന്റെ മോള് പുറത്തു പോയത് നവീന്റെ കൂടെയാണെങ്കിൽ അവക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നവീൻ മാത്രം. എന്താ സുമിത്രേ, എന്താ? നന്ദേട്ടാ, ആ സിത്താര വന്നിരുന്നു. നവീൻ അവരുടെ മോളെ കടത്തിക്കൊണ്ടുപോയിട്ട് ബോധപൂർവ്വം ഇവിടെ വന്ന് കിടക്കുകയാണെന്ന് അവര് പറഞ്ഞത്. എന്താ ഇവരിങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധമില്ലാതെ സംസാരിക്കാന്നൊക്കെ വെച്ച? നവീനും ഗാഥയുമായിട്ടുള്ള ബന്ധം ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് നമുക്കൊന്ന് ആലോചിക്കണം. സുമിത്രേ, അതെ നന്ദേട്ടാ, ഈ ബന്ധം ഇനി ശരിയാവില്ല. ഒരു കള്ളനെ പോലെയാ നമ്മുടെ മോനെ ആ സിത്താര കാണുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബവുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. ആ, നമുക്ക് ആലോചിക്കാം. അമ്മയോട് കൂടി പറയാതെ പറ്റില്ലല്ലോ. അച്ഛൻ ഒന്ന് വേഗം വാ. എന്താ? സാർ തളർന്നു വീണു. ബോധമില്ല. മോനെ, 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 നവീൻ, മോനെ, നവീൻ, സാറേ, സാറേ. മോനെ കണ്ണു തുറക്ക്. മോനെ, നവീൻ. നന്ദേട്ടാ, മോനെ, നവീനെ. എന്താ പറ്റിയേ? നവീൻ, മോനെ. മോനെ.